സങ്കടങ്ങൾ വരുന്ന സമയത്ത് കണ്ണുനീരിലൂടെ ആ സങ്കടം പുറത്തു വരണം. സന്തോഷം വരുന്ന സമയത്ത് ഒരു മൃദുലമായ പുഞ്ചിരിയിൽ അത് പ്രകടമാവണം. ഇത് സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ജനറലായിട്ടുള്ള പ്രകടന രീതിയാണ്. പക്ഷെ എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പം ഞാൻ സീരിയസ്ലി പറയുന്ന എന്നെക്കുറിച്ച് ഞാൻ പറയുന്നതാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിൽ വരില്ല. ചില ആൾക്കാരൊക്കെ ഏങ്ങി ഏങ്ങി കരയുന്ന കാണുമ്പോൾ എനിക്ക് ബോധ്യമാകും, പഠിച്ചോനെ എനിക്ക് വിഷമങ്ങൾ വരുമ്പോൾ അങ്ങനെ കരയാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ കഴിയൂല. എൻ്റെ സങ്കടം ഞാൻ പ്രകടിപ്പിക്കുന്നത് ആ നടന്നൊരു ഇൻസിഡൻറ്റ് വീണ്ടും 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 എക്സ്പ്ലെയിൻ ചെയ്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു നടപടി. അപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവണം ഇയാളുടെ വിഷമങ്ങൾ ഇങ്ങനെയാണ് അയാൾ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, കണ്ണുനീര് ചാടാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കും, നമുക്ക് സങ്കടം ഉണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാലേ കണ്ണുനീരിലൂടെ മാത്രമൊന്നുമല്ല, ഒരുപക്ഷെ നല്ലോണം വിഷമം വരുന്ന സമയത്ത് പോയി കിടന്നുറങ്ങിയിട്ടും സങ്കടം തീർക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ജനറലൈസ് ചെയ്യണ്ട, കൂടെയുള്ള ആളെ കൂടെ നിന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് അവർക്ക് പരിഗണന കൊടുക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.